ജീവിതത്തിൽ മക്കളും കുട്ടികളും കുടുംബവും എല്ലാവരും ഒന്ന് ഒന്നിച്ച് വീട്ടിൽ കൂടുന്ന ദിവസം നമുക്ക് വലിയ ആഹ്ലാദമാണ്. അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന, മനോഹരമായൊരു സ്ഥലം തേടി ഒരു ടൂർ പോകുന്ന നിമിഷവും ദിവസവും നമുക്കേറെ മനസ്സിന് കുളിര് പകരുന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ച ദിവസം, വീട് വെച്ച് താമസം മാറിയ ദിവസം, വിവാഹത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് കടന്നു വന്ന ദിവസം, അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ആഹ്ലാദം ഉള്ള, സന്തോഷമുള്ള, പറഞ്ഞറിയിക്കാനാകാത്ത മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനത്തെ ഒരു കാലയളവായി തോന്നുന്നുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നോമ്പെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ആഹ്ലാദമുണ്ടോ എൻ്റെ ഉള്ളിൽ? നോമ്പ് കാലത്ത് എത്തണം, നോമ്പ് നോൽക്കണം എന്നതൊക്കെ ഒരു മനോനിലയാണ്, അതൊന്നും നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷേ നോമ്പ് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റത്തൊരു ആസ്വാദനവും ആശ്വാസവും, അത്തരമൊരു ആസ്വാദനത്തിലേക്കും ആശ്വാസത്തിലേക്കും എത്താൻ നമുക്ക് ഉപകരിക്കുന്ന 5 കാര്യങ്ങൾ പറയാം. അതിലൊന്ന്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണത്. ഞാൻ എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണത്. എന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും അൽ ഇമാമുൽ ആദിൽ വസ്വാഇം ഹീന യുഫ്തിർ വദഅവത്തുൽ മദ്ലൂം. ഒരിക്കലും തിരസ്കരിക്കപ്പെടാത്ത 3 പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഹദീസിലുള്ളത്. ഒരിക്കലും തിരസ്കരിക്കപ്പെടാത്ത 3 പ്രാർത്ഥനകൾ. ആ തിരസ്കരിക്കപ്പെടാത്ത 3 പ്രാർത്ഥനകൾ ഏതാണ്? ഒന്ന്, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി അയാൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അയാൾ നടത്തുന്ന, അള്ളാഹുവോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അയാളുടെ നടത്തിപ്പിനും ഭരണ നടത്തിപ്പിനും കാര്യങ്ങളുടെ നിർവഹത്തിനൊക്കെ വേണ്ടി അയാൾ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. മറ്റൊന്ന് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കും. ആക്രമിക്കപ്പെട്ടവൻ ആരാണെന്നുള്ളതോ, അവൻ ഫാസിഖാണ്, അവൻ തമ്മാടിയാണ്, ഇതൊന്നും വിഷയമല്ല. അവൻ മഹാ തമ്മാടിയാണ്, ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഒരാൾ അവനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹിക്കപ്പെട്ടവൻ്റെ, അടികിട്ടിയവൻ്റെ, ആക്ഷേപിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ ഇത് ചെയ്തത് അയാൾക്കെതിരെ സ്വീകരിക്കും എന്നാണ്. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം 3-ാമത്തതാണ്, വസ്വാഇമു ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന ആൾ, അയാൾ നോമ്പ് തുറക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ്. അപ്പോൾ ശരിക്ക് നോമ്പ് കാലം ഒരാഹ്ലാദത്തിൻ്റെ കാലമാകാൻ, നോമ്പ് മനസ്സറിഞ്ഞ് നിർവഹിക്കാൻ, അതിലേക്ക് അങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ വേറെ വല്ലതും ആവശ്യമുണ്ടോ? എന്താ, നമ്മുടെ ജീവിതത്തിലൊക്കെ 100 കാര്യങ്ങളുണ്ട്, നമുക്ക് ഉത്തരം കിട്ടേണ്ട 100 കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുന്നൊരു മാസമാണ് റമളാൻ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ശരിക്കും വലിയ ആശ്വാസവും ആഹ്ലാദമൊക്കെ ഉണ്ടാകും. മക്കളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ആരോഗ്യകാര്യം, സ്വർഗം, നരകം, പണ്ട് ചെയ്ത പാപങ്ങൾ, ഇതൊക്കെ പടച്ചവനോട് ചോദിക്കാനും പറയാനും എനിക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ സഫലമാകാതെ പോയ, കൊതിച്ച് കാത്തിരിക്കുന്ന കുറേ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു ആഹ്ലാദത്തിൻ്റെ സമയം തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ജീവിതത്തിൽ റമളാനിലെ നോമ്പ് തുറക്കുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട്, നോമ്പിൻ്റെ പകലും നോമ്പിൻ്റെ രാത്രിയൊക്കെ പൊതുവേ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ശരിക്കും ആ നോമ്പ് തുറക്കുന്ന നേരം വേറെ അധികം വർത്തമാനങ്ങൾ വരാതെ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഒരുക്കേണ്ടതാണ്. സമൂസ അപ്പുറത്തുണ്ടാകും, ബത്തക്കപ്പുറത്തുണ്ടാകും, അല്ലേ, പിന്നെ മുന്തിരി ജ്യൂസ് ഇപ്പുറത്തുണ്ടാകും. അതൊക്കെ ആളുകളെടുത്ത് കുടിച്ചോളും. അത്യാവശ്യമൊക്കെ വേണ്ടതൊക്കെ വിതരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ചെല്ലാനുള്ള ദുആ ഉണ്ടല്ലോ. നോമ്പ് തുറക്കുമ്പോൾ എൻ്റെ ദാഹം ഇതാ പോയിരിക്കുന്നു, തൊണ്ടയിലേക്ക് വെള്ളം ഇറങ്ങിയിരിക്കുന്നു, എൻ്റെ ദാഹം പോയിരിക്കുന്നു. പിന്നെ വബത്തല്ലത്തിൽ അറൂഖ്, എൻ്റെ നാടി നരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നു. 3-ാമത്തെ കാര്യം എന്താ? വസബത്തൽ അജ്ർ, പടച്ചോൻ വിചാരിച്ചാൽ എനിക്കുള്ള പുണ്യം അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സമയമാണിത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യം പടച്ചവനോട് പറയാനുണ്ട്. അപ്പോൾ 30 ദിവസത്തേക്ക് വേണമെങ്കിൽ 30 കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് പടച്ചവനോട് ചോദിക്കാം, അല്ലേ? എല്ലാ ദിവസവും ചോദിക്കുന്ന കാര്യങ്ങളോടൊപ്പം ഒരു 2-3-4 മിനിറ്റ് എങ്കിലും അങ്ങനെ നമ്മളൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെയും വിതരണത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ ഇടയിൽ നിന്ന് മാറി എനിക്ക് ചോദിക്കാനുള്ള ദിവസങ്ങളോ നിമിഷങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അതിങ്ങനെ യാത്രൻ്റെ ഇടയിൽ ഒരു കാരക്കണ്ണ് ചമച്ച് തിന്ന് തീരണ രൂപ ആകരുത് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ആകണിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടോ അങ്ങനെ ആകുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നൊന്നുമല്ല. മറിച്ച്
നോമ്പ് തുറക്കാനുള്ള നേരത്തെക്കുറിച്ച് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞേ? അത്താഴം ഏറ്റവും അവസാനത്തേക്ക് വെക്ക വേണ്ട. ബാങ്കിന്റെ സമയമാകണതിൻ്റെ തൊട്ട് മുമ്പാണ് തീരണേ പോലെയാണ് ആകേണ്ടത്. 3 മണിക്ക് എണീറ്റ് നേരത്തെ കഴിച്ച്, അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിലുള്ളൊരു സങ്കല്പമാണ്. നോമ്പ് തുടങ്ങണതിൻ്റെ മുമ്പ് വിശപ്പ് തുടങ്ങണം എന്നാ പറയാം. പഴമക്കാരൊക്കെ അങ്ങനെ പറയാം. നോമ്പ് തുടങ്ങണതിൻ്റെ മുമ്പ് കഴിച്ചതൊക്കെ വിശക്കണം എന്നാ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റവും വൈകിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ അത്താഴം കഴിക്കുക എന്നുള്ളത് ജൂതന്റെ സ്വഭാവമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. ഇനി നോമ്പ് തുറക്കാൻ നേരാകുമ്പോഴോ ഒരു തരം വസുവാസമൊക്കെ എടുത്തു മനുഷ്യന്മാർ. ഒരു പ്രത്യേക തരം വസുവാസമൊക്കെ എത്തിയിട്ട് ആവശ്യമില്ലാതെ അത് വൈകിപ്പിക്കും. എന്നിട്ടോ കലണ്ടറുകളിലൊക്കെ ഉണ്ടാകും. ഈ കലണ്ടർ ഉണ്ടാക്കിയ ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദ് എന്താ പറഞ്ഞറിയോ? അന്ന് നിഴല് നോക്കിയിട്ടാണ് മൂപ്പർ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ശരിക്കും കേട്ടോളി. അന്ന് നിഴല് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ നിഴല് നോക്കി ഉണ്ടാക്കിയപ്പോൾ മൂപ്പർ പറഞ്ഞു, ഏതാനും മിനിറ്റ് മഗ്‌രിബിന്റെ ഇശാഇന്റെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു ശ്രദ്ധക്ക് വേണ്ടി നിങ്ങൾ ചെയ്തോളി എന്നതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർ ഉണ്ടാക്കി വെച്ച അന്ന് എഴുതിയ കലണ്ടറിന്റെ കോപ്പി ഇന്നും കിട്ടും. മനസ്സിലായില്ല? അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നിഴല് നോക്കിയിട്ടല്ല, ഇന്നൊക്കെ വളരെ കൃത്യമായി ശാസ്ത്രീയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ സ്ഥലത്തുള്ള വെട്ടത്തൂരുള്ളതും കൊണ്ടോട്ടിയുള്ളതൊക്കെ വേണമെങ്കിൽ വേറെ കിട്ടും. അത്ര ഷാർപ്പാണ് ഇന്നത്തെ സമയക്രമം. ഓരോരുത്തർക്ക് അവനാൻ്റെ ഗൂഗിളിൽ കിട്ടണം അത്ര സമയം. ഓരോരുത്തർ അവനാൻ്റെ ഗൂഗിൾ അനുസരിച്ച് ചെയ്യല്ല വേണ്ടത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. മറിച്ച് മുസ്ലിം സമുദായം പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആ സമയവും കഴിഞ്ഞ് തെറ്റിച്ച് 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ബാങ്ക് കൊടുക്കുക. എന്നിട്ട് മറ്റവർക്ക് ധൃതിയാണ് അറിയും ചില ചങ്ങന്മാർ. മറ്റവർക്ക് ധൃതിയാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത് അത് അതിൻ്റെ സമയത്ത് തന്നെ തുറക്കുക. തുറന്നൊരു 3-4 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥനകൾക്കൊക്കെ ഒന്ന് വേണ്ടി പ്രത്യേകം ചെലവാക്കണം. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാനൊരു സമയമുണ്ട് എന്ന് വരുമ്പോൾ അത് വല്ലാത്ത ആഹ്ലാദം. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഈ നോമ്പിൻ്റെ അറ്റത്ത് ഇത് അവസാനിക്കുന്നിടത്തൊരു ഇടമുണ്ട് എന്ന് പറയുമ്പോൾ ആ അത്താഴത്തിനൊരു മായനുണ്ട്. എന്തിനാ നോമ്പ്? എൻ്റെ നോമ്പ് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഞാൻ നോറ്റ നോമ്പ് പടച്ചോൻ സ്വീകരിച്ച നോമ്പാകണം. എന്നിട്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടച്ചോൻ കേൾക്കണം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മനുഷ്യൻ ചെയ്ത പാപങ്ങൾ അത് പുറത്തു കിട്ടിയാലേ അവൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നല്ല നിലക്ക് എടുക്കുള്ളൂ, അല്ലേ? 2 തരം മരണം ഉണ്ടല്ലോ. 2 തരം മരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എവിടുന്നാ പഠിപ്പിക്കണത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത് ഒരു ജനാസ കൊണ്ടുപോയിട്ട് മഖ്ബറയിൽ വെക്കുകയാണ്. മഖ്ബറയിൽ വെക്കുമ്പോൾ ബഖീഉൽ ഗർഖദിൽ വെക്കുകയാണ്. അപ്പം ഖബറിൻ്റെ പണി, ലഹദിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പം ആ മയ്യിത്ത് അവിടെ വെച്ചു. പ്രവാചകൻ അവിടെ ഇരുന്നു. ചുറ്റുള്ളവരും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിശബ്ദതയാണ്, വേറെ വർത്താനൊന്നുമില്ല, ഫോണില്ല, വേറെ ബഹളമൊന്നുമില്ല. നമുക്ക് മഖ്ബറിൽ ചെന്നാൽ പോലും എനിക്കും ഇങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ചിന്തി വികാരമൊന്നും വരൂല. അവരിങ്ങനെ ആലോചിക്കാണ്, ഇത് മൂത്താപ്പാൻ്റെ മോന്, ഇത് കൂടെ പ്രവർത്തിച്ച ആള്, ഇത് ജ്യേഷ്ഠന്, ഇത് അനിയന്, ഇത് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആള്, അവരെ മഖ്ബറയാണ്. ഓരോ മീസാൻ കല്ലുകളും അതാണ് പറയുന്നത്. അത് മീസാൻ കല്ലും എഴുതി വെച്ചിട്ടല്ല, മനസ്സിലായില്ലേ? അത് മീസാൻ കല്ലും എഴുതി വെച്ചിട്ടല്ല, മറിച്ച് കൃത്യമായും അവരവിടെയൊക്കെ സിയാറത്തിന് വരുന്നു, ഖബറുകൾ സന്ദർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ മലക്ക് ജിബിരിയിൽ വന്ന് പ്രവാചകനെ പഠിപ്പിച്ച വിശദമായ ഹദീസിൽ കാണാം, ദുഷിച്ച മനുഷ്യന്റെ ആത്മാവിനെ, തിന്മകൾ നിറഞ്ഞ മനുഷ്യന്റെ ആത്മാവിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അത് പുറത്തേക്ക് ചാടുന്നില്ല. എനിക്ക് സമയം തരൂ, ഞാൻ മാറട്ടെ, ചെയ്യാത്ത കുറെ കാര്യമുണ്ട്, ചെയ്യട്ടെ, നിസ്കരിക്കട്ടെ, നോമ്പ് നോൽക്കട്ടെ, സുബഹിക്ക് ഞാൻ പള്ളിയിൽ പോട്ടെ എന്നീ ആത്മാവ് ഇങ്ങനെ നിലവിളിക്കാണ്. ഈ നിലവിളിക്കണത് മനുഷ്യന് കേൾക്കാൻ പറ്റൂല. മനുഷ്യനല്ലാത്ത പലതിനും കേൾക്കാൻ പറ്റും, ജീവജാലങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ കിട്ടാതിരിക്കുമ്പോൾ മലക്കുകൾ അവന്റെ മുഖത്തും പുറത്തുമൊക്കെ അടിച്ച് ആ റൂഹിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കും എന്നാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് എടുക്കുമ്പോൾ പോലും വേദന അനുഭവിച്ചിട്ടുണ്ട്. ആയിഷ ബീവിക്ക് വേദന, ഫാത്തിമ ബീവിക്ക് വേദന ഫീൽ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ബീവി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. അതാണ് എന്താണ് മരണത്തിനൊരു രുചിയുണ്ടാതാ. എല്ലാ മനുഷ്യനും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നു പറഞ്ഞു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്റെ റൂഹിനെ എടുക്കുമ്പോൾ പോലും വേദന ഉണ്ടെങ്കിൽ ഒരു ദുഷിച്ച മനുഷ്യന്റെ ആത്മാവിനെ എടുക്കുമ്പോൾ എന്തായിരിക്കും സുഹൃത്തുക്കളെ സ്ഥിതി? ഇതൊക്കെ എപ്പോഴായിരിക്കും? ഞാൻ ഇന്ന് രാവിലെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ ഇരിക്കുമ്പോൾ ഏതൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചു, പെരിന്തൽമണ്ണയിലെ ബഷീർക്കാക്ക് സുഖമില്ല എന്ന്. മോർണിംഗ് ലൈവ് കഴിഞ്ഞ് 8 മണിക്ക് വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ ബഷീർക്ക് മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. പെരിന്തൽമണ്ണ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടാകും അവിടുത്തെ പള്ളിൻ്റെ ക്ലീനിങ്ങും കാര്യമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു സേവകനായി ജീവിക്കുകയാണ് അദ്ദേഹം. ഒരു ജോലിയായിട്ടല്ലേ ചെയ്യണത്. അത് അതേ പെരിന്തൽമണ്ണ
ടോയ്ലറ്റും അതൊക്കെ നോക്കുന്ന ആളുകൾക്ക് അത് അറിയാം. അതൊരു ജോലിയായിട്ടല്ല മൂപ്പര് ചെയ്യണത്, അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളാണ്. ചെറുപ്പക്കാരനാണ് അല്ലേ, ഓടിച്ചാടി നടക്കുന്ന ആളാണ്. ഒരു ചെറിയ അസുഖം പോലുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് അവസാനിച്ചു. കഴിഞ്ഞ ദിവസം കാളികാവിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ബൈക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ആക്സിഡൻ്റായി. നേരം വെളുക്കുമ്പോൾ ആക്സിഡൻ്റായി, വൈകുന്നേരം ആയപ്പോഴത്തേനും മരിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെ മരിക്കുമ്പോൾ റൂഹിനെടുക്കണ കോലാണ് ഈ പറയണത്. അപ്പം ശരിക്കൊരു വിശ്വാസിക്ക് ആഹ്ലാദം ഉണ്ടാവില്ലേ? എന്താ കാര്യം? നോമ്പ് എന്ന് പറയണത് മനുഷ്യൻ്റെ പാപം പുറത്തിരുന്ന കാര്യമാണ്. അതന്നെ, നമ്മളെ പാപമൊക്കെ പുറത്ത് നമ്മൾ ആത്മാവിനെ സ്ഫുടം ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു എന്നോട് നമ്മളോട് എല്ലാവരോടും, നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കും വണ്ടിയിൽ, നമ്മൾ ഹെൽമെറ്റൊക്കെ വെക്കും. ശരീരത്തിൻ്റെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പുവരുത്തി. ഈ ശരീരം മരിച്ചാൽ ആ ആത്മാവിൻ്റെ സെക്യൂരിറ്റിയോ? പാപങ്ങളില്ലാതെ അതിനെ മലക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്നാനാകാശത്തേക്ക് എത്തുമ്പോൾ ചോദിക്കും, ഇതാരുടെ മയ്യത്താണ്? അപ്പം നമ്മളെപ്പറ്റി എന്താ പരിചയപ്പെടുത്തുക? നമ്മളെപ്പറ്റി പരിചയപ്പെടുത്താൻ എന്ത് സൽക്കർമ്മ നമ്മളെടുത്തുള്ളത് സഹോദരന്മാരെ? എന്ത് സൽക്കർമ്മ ഉള്ളത്? അപ്പം ആ സൽക്കർമ്മങ്ങൾ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ പാപങ്ങളിൽ നിന്ന് മുക്തരാകണം. അതിനുള്ള അവസരമാണ് നോമ്പ് എന്നാണ്. ഫിത്നത്തു റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫിറുഹ സ്വലാ വസ്സൗം വസ്സദഖ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ സഫുകളൊന്നും ക്ലിയർ ആക്കിയിരുന്നോളെ. ചാരി ഇരിക്കേണ്ട ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഒന്നിങ്ങോട്ട് കയറി ഇരുന്നോളി. ചാരി ഇരിക്കേണ്ട ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതാ ഇവിടെ കഴിവുണ്ട്, ഇങ്ങോട്ട് പോരി മുന്നിക്ക്. ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഇരുന്നോളി. എന്നിട്ടല്ല സഫൊക്കെ ഇരിക്കണ്ടുള്ളൂ. ഇങ്ങോട്ട് ഇരുന്നോ മോനെ, ഇങ്ങോട്ട് ഇരുന്നോ. സഫ് തുടങ്ങാൻ നടുക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് നടുക്കൊക്കെ ഇരിക്കും. ആ മൂന്നാള് നടുക്കുന്ന ഇങ്ങനെ ഇടത്തേക്കും വലത്തേക്കാണ് സഫ് തുടങ്ങുക. ഒരു ദാഴിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം എന്താ പറയുക? ആൾക്കാർ അയാൾ പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് നിരാശ അല്ലാത്തത്. ഈ സഫിൻ്റെ കാര്യം പലവരും ആവർത്തിച്ച് ഞാൻ പറഞ്ഞാണ് ഇവിടെ. സഫ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഇരിക്കണം. സഫിൻ്റെ പൂർത്തീകരണം നമസ്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് പലവരും ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് സ്ഥിരം വരുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ പിഴവ് വരുന്നത്, എപ്പോഴെങ്കിലും വരുന്ന ആളുകളുടെ അടുത്തല്ല. അപ്പോൾ അത് മിമ്പറിൻ്റെ ഉത്തരവാദിത്തമാണ് തിരുത്തൽ കേട്ടോ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ദീനിയായ വാജിബ് എന്ത് ചെയ്തിട്ടുള്ളൂ? നിർവഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സഫ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ പാലിക്കണം. അഫ്വൻ. അപ്പോൾ ഫിത്നത്തു റജുലി, ഒരു മനുഷ്യൻ്റെ ഫിത്നകൾ, ഫി അഹ്ലിഹി, അവൻ്റെ വീട്ടിൽ അവനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. വീട്ടിൽ നമ്മളെ കൊണ്ടിട്ടാണ് കുഴപ്പങ്ങൾ. മകൻ, വാപ്പ, ഭാര്യ, ഉമ്മ, വല്യമ്മ, വല്ലിപ്പ, ഈ നിലക്കൊക്കെ നമ്മളെടുത്തുനിന്ന് പല ഫിത്തിനി ഉണ്ടാകുന്നുണ്ടാവും. വീട്ടിൽ ഉറപ്പായിട്ടുണ്ടാവും. നമ്മളെടുത്ത് പല കുഴപ്പം വരുന്നുണ്ടാകും. വാപ്പ എന്നുള്ള നിലക്ക് മക്കളോട് സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അല്ലേ? മക്കൾ എന്നുള്ള നിലക്ക് വാപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകും, പെരുമാറുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകും, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ അഹ്ലിഹി വമാലിഹി, അവൻ്റെ സമ്പാദ്യത്തിലും അവൻ്റെ കുടുംബത്തിലുള്ളതൊക്കെ, വലദിഹി, അവൻ്റെ മക്കളിലുള്ളതൊക്കെ, വജാരിഹി, അവൻ്റെ അയൽക്കാരോടുള്ളത്, ഇതൊക്കെ തുകഫിറുഹ സ്വലാത്തു വസ്സൗമു വസ്സദഖ. എന്തൊക്കെയാണ് അത് പുറത്തു കൊടുക്കുക? തുകഫിറുഹ, അതിനെ ഇല്ലാതാക്കുന്നതാണ്. 1 നിസ്കാരം, 2 നോമ്പ്, 3 സദഖ. അപ്പോൾ ശരിക്കും എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് കഴുകിക്കളയാനുള്ള ഒരു അവസരമാണല്ലോ പടച്ചവന് വരുന്നത്. ഇപ്പം നമ്മളെ നീയത്ത് ശരിക്കും അതാണ്. നമ്മളെ നീയത്ത്, നമ്മളെ മനസ്സിലുണ്ട്, ഉള്ളിലുണ്ടാണ്ട് നീയത്ത് എന്താ? എൻ്റെ ഇന്നത്തെ നോമ്പുകൊണ്ട് എൻ്റെ പാപങ്ങൾ പടച്ചോൻ പുറത്തു തരണം. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ആ നോമ്പിനൊരു പ്രത്യേകതരം മെയിൻ്റനൻസ് ഉണ്ടാകും. ആ നോമ്പ് കുറച്ചും കൂടി ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാൻ മാസത്തെ വിശ്വാസത്തോടും പുണ്യപ്രതീക്ഷയോടും കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഗുഫിറ ലഹു, അവന് പുറത്തു കിട്ടും. മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ. അവൻ മുൻപ് കഴിഞ്ഞു പോയ മുഴുവൻ പാപവും കഴുകിക്കളയാൻ കിട്ടുന്ന മാസമാണ് റമളാൻ. ഓരോ ദിവസവും നോമ്പ് നോൽക്കുമ്പോൾ, അത്താഴത്തിന് എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട നീയത്തതാണ്. ഓരോ തറാവീഹുകളും തഹജ്ജുദുകളും ഖുർആൻ പാരായണങ്ങളും നടക്കാൻ നമുക്കുള്ള പ്രചോദനം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് നിമിഷവും മരണം നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. ഇന്ന് ഏറ്റവും കൂടുതൽ മരിക്കുന്ന ചെറുപ്പക്കാരാണ്. നമ്മൾ വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, രാവിലെ വൈകുന്നേരം ആയപ്പോഴത്തേന് കുഴഞ്ഞു വീണു, മരിച്ചു, കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണ് പോകേണ്ടി വരുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്കാർക്കും തർക്കമല്ലല്ലോ. ഇല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. അമൽ കൊണ്ട് മാത്രമേ ഒരാൾ രക്ഷപ്പെടുള്ളൂ. ഒരാൾ ഖബറിൽ കിടക്കുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ അമലുണ്ടാകും എന്ന് പറഞ്ഞില്ലേ? എങ്ങനെ അമലുണ്ടാകുക? നമ്മളെ അമൽ ഒരു രൂപം പ്രാപിക്കുന്നതാണ്.
ഒരു രൂപമാകും. എന്നിട്ട് ചെല്ലും, അന അമലുക്ക, ഞാൻ നിന്റെ അമലാണെന്ന് പറയും. സൽക്കർമ്മമാണെങ്കിൽ സൽക്കർമ്മം ചെല്ലും, ദുഷ്കർമ്മമാണെങ്കിൽ ദുഷ്കർമ്മം ചെല്ലും. അവിടെ മുതലാണ് ജീവിതം ആരംഭിക്കുന്നത്. പിന്നെയുള്ള ജീവിതത്തിന് അന്ത്യമില്ല. അതുകൊണ്ട് അത്തരം ഒരു സംഗതി ഇതിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? നരകത്തിൽ നിന്ന് അകറ്റപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു നോമ്പ് ഒരാൾ നോൽക്കുമ്പോൾ ആ നോമ്പ് അവസാനിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള അങ്ങേയറ്റത്തെ ആശ്വാസവും ആഹ്ലാദമാണെന്ത്? നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ് നോമ്പ് എന്നുള്ളത്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ അവനെ 70 വർഷത്തെ വഴി ദൂരം മാറ്റും എന്നാണ്. ഒറ്റ നോമ്പ് സ്വീകരിച്ച് കിട്ടിയാൽ മതി. ഏത് നോമ്പാ സ്വീകരിക്കുക, ഏത് നോമ്പാ സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. ഏത് നോമ്പാണ് സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരണയല്ല. അപ്പോൾ എല്ലാ നോമ്പും നമുക്ക് ഫർളാണ്. ആയുസ്സിലെ ഒരൊറ്റ നോമ്പ് സ്വീകരിക്കപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുഖവിലേക്കെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 70 വർഷത്തെ വഴിദൂരം മാറ്റപ്പെടും എന്നാണ്. മാത്രമല്ല, നരകത്തിൽ നിന്ന് അകറ്റപ്പെടും എന്നുള്ളത് മാത്രമല്ല, അയാൾക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശനം കൊടുക്കും. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ. റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമുൻ, അതിലൂടെ പ്രവേശിക്കുക നോമ്പുകാർ മാത്രമാണ്. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാതെ വേറെ ആരും അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ നോമ്പെടുക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട മനോനിലയും നീയത്തൊക്കെ അതാണ്. അപ്പം ഇങ്ങനത്തെ കുറേ ദിവസങ്ങൾ വരാനിരിക്കുന്നു എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ. അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിയ ഏതെങ്കിലും സൈഡ് മറച്ച ഏതെങ്കിലുമൊക്കെ ഷെഡിൻ്റെ ഉള്ളിൽ പോയി ചായ കുടിക്കലും വെള്ളം കുടിക്കലും, പിന്നെ ഇതിങ്ങനെ വണ്ടിയും വലിയ തീർന്നു കിട്ടിയെങ്കിൽ എന്നുള്ളൊരു മനോനിലയിലായിരിക്കും ഉണ്ടാകുക. എത്ര മനുഷ്യന്മാരുണ്ട് അങ്ങനെ? നോമ്പൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ, അല്ലേ, നോമ്പൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടാകും. അവരെ പ്രശ്നം എന്താ? 99% ആളുകളും ആയുസ്സിലൊരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു ഉപദേശമോ പിന്നെ മാർഗനിർദ്ദേശമൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അവസാനം മരണം കൺമുന്നിലെത്തുമ്പോഴാണ് നിലവിളികളുമായി അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നോക്ക് നിങ്ങൾ, മറ്റൊന്ന് ഒരു വിശ്വാസിക്ക് ഭയങ്കര ആഹ്ലാദം പകരുന്ന കാര്യമാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എന്താ? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ ഫലാ തുലാമൂന ഫീ റുഅയതിഹി. നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് മറയിടപ്പെടുകയില്ല. പൂർണ്ണചന്ദ്രൻ ഉദിച്ച രാത്രിയിൽ നിങ്ങൾ ആ പൂർണ്ണചന്ദ്രനെ എത്ര തെളിച്ചത്തോടെ കാണുന്നുവോ അത്ര തെളിച്ചത്തോടെ, അത്ര വെളിച്ചത്തോടെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നാണ്. റബ്ബിൻ്റെ രൂപം എന്താണ്, അവൻ്റെ മുഖം എന്താണ്, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതൊക്കെ അവന് യോജിച്ചൊരു രൂപമുണ്ട്, അവന് യോജിച്ചൊരവസ്ഥയുണ്ട്. അഹ്ലുസുന്നന്റെ വിശ്വാസം അതാണ്. ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത്. അഖീദൻ്റെ ഒരു അസിലാണ് പറയുന്നത്. എന്താ? അള്ളാഹുവിന് സിംഹാസനമുണ്ട്, അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ അവന് കൈയുണ്ട്, അവന് മുഖമുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അള്ളാഹുവിന് മുഖമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് കൈയുണ്ടെന്നാണ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യാണെന്ന് ചില ആൾക്കാർ അർത്ഥം വെക്കും. അള്ളാഹുവിന് സിംഹാസനം ഉണ്ട് എന്നാണ്, അത് അള്ളാഹുവിൻ്റെ അധികാരമാണെന്ന് അർത്ഥം വെക്കും. ഒരിക്കലും അർത്ഥം വെക്കാൻ പറ്റൂല. അവൻ അതുണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ രൂപം നമുക്കറിയില്ല, അതിൻ്റെ കോലം നമുക്കറിയില്ല. അവന് യോജിച്ചൊരു രൂപത്തിൽ അവൻ അതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും. കൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈയിൻ്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമല്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന് കൈയുണ്ട്, ഭൂമി പിന്നെ ലോകം അത് അവൻ്റെ വലത്തെ കയ്യിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കയ്യിൽ, അവൻ്റെ വലത്തെ കയ്യിൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ സിംഹാസനത്തൊക്കെ എങ്ങനെ നടക്കാന്നൊക്കെ ചോദിച്ചിട്ട് ഈ അള്ളാഹുവിൻ്റെ ഇസ്മുകളെയും സിഫത്തുകളെയും ഇങ്ങനെ വേദിയിലിട്ട് അലക്കണ ചില ആൾക്കാരെ കാണാറുണ്ട്. എന്താ അറിയോ? ഓരോന്ന് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് പറയുന്നത് പടച്ചോൻ തരുന്നൊരു തൗഫീഖാണ്. ആ തൗഫീഖ് ഉണ്ടെങ്കിലേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ചിട്ടും കൂടെ നിന്നിട്ടും അബൂ ത്വാലിബിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് പടച്ചോൻ തരുന്ന തൗഫീഖാണ്, പടച്ചോൻ തരുന്ന വേണം, അല്ലാതെ കിട്ടൂല. അപ്പോൾ നോമ്പുകാരന് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നതാണ്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. യഫ്രഹുമ, അതുകൊണ്ട് അവൻ സന്തോഷിക്കും. ഒന്നെപ്പോഴാ? ഇത് അഫ്തറ ഫരിഹ ബിഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ അത് പറഞ്ഞു. എന്താണ് ആ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ അസിൽ എന്ന് പറയുന്നത്? അതിൻ്റെ അസിൽ എന്ന് പറയുന്നത് അവിടെ പ്രാർത്ഥനയ്ക്കുള്ളൊരു അവസരമുണ്ട്. ജീവിതത്തിൽ ഭയങ്കര വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, 30 ദിവസത്തേക്ക് 30 കാര്യം എടുത്തു വെക്കുക. എന്നിട്ട് പടച്ചവനോട് പറയാം, നോമ്പ് തുറക്കുമ്പോൾ സമൂസമ്മയും പിന്നെ എന്താ പറയുക ഉണ്ടപ്പൊരിയൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്ത് കണ്ട് ആക്കല്ല. അതൊക്കെ ഒരാൾ ഇങ്ങനെ പതുക്കെ ചെയ്യുക. അപ്പോഴും അയാളുടെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടാകുക.
അല്ലേ? നല്ലോണം റബ്ബിനോട് പറയാം. അപ്പം അങ്ങനെ എനിക്കൊരു അവസരം ഉണ്ടല്ലോ നോമ്പ് തുറക്കുമ്പോൾ, ഇതൊന്ന് സ്വീകരിച്ചാൽ ഞാൻ നരകത്തുനിന്ന് രക്ഷപ്പെടുമല്ലോ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റിയല്ലോ, ഞാൻ വെന്റിലേറ്ററിലായില്ലല്ലോ, എനിക്കിപ്പോൾ പനി അല്ലല്ലോ, എൻ്റെ കണ്ണിനെ എനിക്ക് പകൽ നിയന്ത്രിക്കാൻ പറ്റിയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സന്തോഷമാണത്. ഇനി രണ്ടാമത്തത് എന്താ? വഇൻദ ലിഖാഇ റബ്ബിഹി, പടച്ചോനെ കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പൊ നോമ്പ് കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യം. അപ്പൊ നോമ്പിന്റെ ഒരു നീയത്താണ് ശരിക്കത്. നോമ്പിന്റെ നീയത്തിൽപ്പെട്ടതാണെന്ത്? ഞാൻ ഈ നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിനെ എനിക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയാണ്, റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയാണ് എന്നതാണ് നോമ്പിന്റെ ഏറ്റവും ശരിയായ ഒരു നീയത്ത്. എന്നാൽ നമ്മളെ നാട്ടിൽ പലപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും എന്താ ചെയ്യല്? നോമ്പിന്റെ ഒരു നീയത്ത് ഇങ്ങനെ ഉച്ചരിക്കലാണ്. നവൈത്തു അരുണൽ പറഞ്ഞോളി സൗമഖദീൻ അനദാഇ ഫർദ് റമളാന ഹാദിഹി സനതി ലില്ലാഹി തആല. ഇത് എത്രയോ കാലമായിട്ട് നമ്മളിങ്ങനെ ശീലിച്ചു പോകുന്ന ഒന്നാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ? ഇസ്ലാമിൽ ഇങ്ങനെയല്ല. വാചകം കൊണ്ട് പറയുന്ന ഒരു ഇതില്ല. വാചകം കൊണ്ട് പറയുന്നത് ആകെ ഹജ്ജിന്റെ ഉംറന്റെ നിയ്യത്തുള്ളൂ. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. അല്ലെങ്കിൽ പിന്നെ ഹജ്ജിന്റെ ഇത് അങ്ങനെയാണ്, ഉംറന്റെ അങ്ങനെയാണ്. അത് വാചകമായിട്ട് തന്നെ പറയണം. അത് എവിടുന്ന പറയാം? അത് പെരയിൽ തന്നെ പറയലല്ല. അത് അതിന്റെ മീഖാത്തുണ്ട്, അവിടെ എത്തുമ്പോഴാണ് പറയാം. അത് ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെന്റ് വരും. ഇനി നമ്മൾ ഒറ്റയ്ക്ക് ഉംറക്ക് പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാത്രി ഇതിൽ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങും തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം നിയത്താക്കി വെക്കുക. അത് പടച്ചോൻ തരുന്ന അഫ്വാണ്. പരമാവധി ശ്രമിക്കണം. എലമിലെത്തുമ്പോൾ അറിയാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. എന്നാലോ നിയത്തൊന്നും എടുക്കാതെ ഇഹ്റാമിൽ പ്രവേശിക്കാതെ മക്കത്തന്നെ ഇറങ്ങിയാലോ അറുത്തു കൊടുക്കണം എന്നാണ്. അത്രയും പ്രധാനമാണ്. ഒരു മൃഗത്തെ ബലി കൊടുക്കണം, എന്നാലേ ഉംറ സ്വീകരിക്കപ്പെടുള്ളൂ എന്നാണ്, ഹജ്ജ് സ്വീകരിക്കപ്പെടുള്ളൂ എന്നാണ്. അപ്പോൾ ഇസ്ലാമിൽ ഓരോന്നിനും പറഞ്ഞൊരവസ്ഥ ഉണ്ട്. അത് പടച്ചോൻ തന്ന സിലബസ്, അത് അങ്ങനെ എടുക്കണം. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു യൻതിഖൂന ബിന്നിയ്യ. പ്രവാചകന്റെ സ്വഹാബത്തോ അല്ലെങ്കിൽ റസൂലുള്ളയോ നിയ്യത്ത് ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല. വലയഖ്തുറു ദാലിക ബിബാലിഹിം അസ്ലൻ ബൽ കാനു ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഇലൈഹാ ബിഖുലൂബിഹിം വഹിമമിഹിം വഹാദാ അംറുൻ ലാ യശുക്കു ഫീഹി ആഖിൽ. അവർ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലും വിചാരത്തിലുമായിരുന്നു അതുണ്ടായിരുന്നത്. വലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദ ദുഖൂലി ഹി ഫിസ്സലാ. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ പറയാറുണ്ടായിരുന്നില്ല നവൈതു അൻ ഉസല്ലിയ സ്വലാത്ത കദാ, ഇന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കണമെന്ന്, മുസ്തഖ്ബിൽ ഖിബ്ല അർബഅ റകഅത്തിൻ ഇമാമൻ ഔ മഅ്മൂമൻ, ഇമാമായിട്ടോ മഅ്മൂമായിട്ടോ നിസ്കരിക്കണമെന്ന് പറയാറുണ്ടായിരുന്നില്ല. ഫഹാദാലം യുൻഖൽ അൻഹു അഹദുൻ ഖത്തു, ഇത് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടില്ല. വല അന സഹാബിഹി, സ്വഹാബത്തിൽ നിന്നും. വലസ്തഹ്സനഹു അഹദു മിൻ താബിഈൻ, താബിഈങ്ങൾ ആരും നല്ലതായി കണ്ടിട്ടില്ല. ബൽ ഹുവ മിനൽ ബിദ്അൽ മുസ്തഹ്ദസത്തിൽ ലത്തി ലം യഅ്മുരില്ലാഹു ബിഹാ വറസൂലുഹു, അല്ലാഹു റസൂലും കൽപ്പിക്കാത്ത ബിദ്അത്താണത്. വല ഫഅലഹ അഹദു മിന സ്വഹാബത്തി വല താബിഈന ലഹും ബിഇഹ്സാൻ, സ്വഹാബത്തോ താബിഈങ്ങളോ അത് ചെയ്തിട്ടില്ല എന്നാണ്. മദാരിജു സാലിക്കിലും ഷെയ്ഖ് പറയുന്നുണ്ട്, അന്നിയ്യത്തു മഹ്ലുഹൽ ഖൽബു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. വല യഹ്താജു ഇല തലഫ്ഫുദ് ബിഹാ, അതൊരിക്കലും ഉച്ചരിക്കാൻ പാടില്ല. ഫഇന്ന തലഫ്ഫുദ ബിഹാ ബിദ്അത്തുൻ, ഉച്ചരിക്കൽ ബിദ്അത്താണ്. ലം യഫ്അലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല അസ്ഹാബുഹു, റസൂലുള്ളാഹി സ്വഹാബത്തു അത് ചെയ്തിട്ടില്ല. ബൽ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു ഫി സ്വലാത്തി ബിലാ ഖൗലിൻ നിയ്യത്തിൻ, ഒരു വാക്കുകൊണ്ടുള്ള നിയ്യത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വല തലഫ്ഫുദ് ബിഹാ അസ്ലൻ, ഉച്ചരിക്കുന്നൊരു രൂപവും ഉണ്ടായിട്ടില്ല. ഇനി ഇമാം നവവി റഹിമഹുല്ലാഹ് ഇത് പറയുന്നുണ്ട്, ലാ യശ്തറത്തു തലഫ്ഫുദു ബിന്നിയ്യ, നിയ്യത്തൊരിക്കൽ ഉച്ചരിക്കൽ ഷർത്തല്ല. ബൽ ലൗ ഇഖ്തസറ അലാ അഖ്ദിഹാ ഫി ഖൽബിഹി കഫാഹു, മനസ്സിൽ അയാൾ അങ്ങനെ വിചാരിച്ചാൽ മതി. വഹാദാ ലാ ഖിലാഫ ഫീഹി, അതിൽ ഒരു തർക്കവുമില്ല. അമ്മ തലഫ്ഫുദു ബിഹാ ഫബിദ്അത്തുൻ ലാ അസ്ല ലഹാ, എന്താ ഒരടിത്തറയില്ലാത്ത കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് രണ്ടാം ഷാഫിയാണ്. ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നവരൊക്കെ ഈ പണി ചെയ്യണവരാണ് കേട്ടോ. ഇനി ഇബ്നു റജബുൽ ഹംബലി പറയും, അത്തലഫ്ഫുദു ബിന്നിയ്യത്തി ലം യുൻഖൽ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല അൻ അഹദിൻ മിൻ അസ്ഹാബിഹി, പ്രവാചകനിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നിയ്യത്ത് ഉച്ചരിക്കാന്നുള്ള പരിപാടി വന്നിട്ടില്ല. ബൽ ഹുവ മുഹ്ദസുൻ, അത് പുത്തനാണ്, പുതിയതാണ്. വന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. വത്തലഫ്ഫുദു ബിഹാ നൗഉ മിനൽ വസ്വസതി, അത് ഒരു തരം വസ്വാസിൽപ്പെട്ടതാണ്. വത്തകല്ലുഫി, ഒരു തരം കാട്ടിക്കൂട്ടലിൽപ്പെട്ടതാണ്. അല്ലദീലം, അത് അല്ലാഹുവിന്റെ റസൂൽ ശറഅാക്കിയിട്ടില്ല. ലം യശ്റഉഹു അല്ലാഹു റസൂലുഹു, അല്ലാഹു റസൂലും ശറഅാക്കാത്തതാണ്. എത്ര കൃത്യമാണ്, പ്രമാണങ്ങൾ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് തെളിവാണെന്നാണ് ഞാൻ പറയാം അത്തരം കാര്യങ്ങൾ. അപ്പൊ നമ്മളെ നിയ്യത്ത് എന്താ? നമ്മളെ നിയ്യത്ത് ഈ പറഞ്ഞതൊക്കെയാണ്. എന്താ? എനിക്ക് പാപം പുറത്തു കിട്ടാനാണ് ഈ നോമ്പ്, അതേപോലെ തന്നെ എനിക്ക് സ്വർഗം കിട്ടാനാണ് ഈ നോമ്പ്, റയ്യാൻ കിട്ടാനാണ് ഈ നോമ്പ്, എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഈ നോമ്പ് എന്ന് ഒരു വ്യക്തി വിചാരിക്കണം. അല്ലേ? ഉറങ്ങണീൻ്റെ മുമ്പ്, അന്നത്തെ ദിവസം ഉറങ്ങണീൻ്റെ മുമ്പ്, മൊത്തം നോമ്പിലേക്ക് പ്രവേശിക്കണീൻ്റെ മുമ്പ്, അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ, നോമ്പിന്റെ പകലിലൊക്കെ ഈ ചിന്ത ഉണ്ടാകണം. ഈ ചിന്ത ഉണ്ടാകുമ്പോൾ ശരിയായ രീതിയിൽ അത് പരിരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സഹായിക്കുമ്പോഴൊക്കെ മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തിഹി എന്നാണ്. ഒരാളെ സഹായിക്കുമ്പോഴൊക്കെ ആ സഹായിക്കുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്നാണ്. അതെന്തിലാകട്ടെ, എന്ത് കാര്യത്തിലും നമുക്ക് ഉണ്ടാകേണ്ടൊരു നിയത്താണത്. അയാൾ നമ്മളോട് താങ്ക്സ് പറഞ്ഞോ, അയാൾ എന്ത് പെരുമാറി, ഇതൊന്നും ഒരു വിഷയമല്ല, അതൊരു വിഷയമേ നമ്മളാക്കുന്നില്ല. എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാകണം. മാത്രമല്ല, ഒരാളെ സഹായിക്കാൻ വേണ്ടി അയാളുടെ കൂടെ നമ്മൾ എന്തൊരു കാര്യത്തിന് പോയാൽ അത് മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും വലിയ പുണ്യമാണെന്നാണ്. മദീനത്ത് പോയി മസ്ജിദ് നബവിയിൽ, മസ്ജിദുൽ ഹറാമിലല്ല, മസ്ജിദ് നബവിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കണേലേറെ വലിയ പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റുമുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന എല്ലാ സമയവും നമ്മൾ ഉപയോഗിക്കണം. സഹോദരന്മാരെ, നമ്മൾ കിറ്റിൻ്റെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റിന് 1200 രൂപയാണ് ചിലവ് വരിക. നമ്മളെല്ലാ വർഷവും നടത്തി വരുന്നതാണ്. ഈ വർഷം അതൊന്ന് ഓർമ്മിപ്പിക്കാനും അതിൻ്റെ പിന്നാലെ കൂടാനൊക്കെ നമ്മളൊരു അവസാനത്തേക്ക് എത്തി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കൊടുക്കാനൊക്കെ കഴിയുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ കിറ്റുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു 1200 രൂപയാണ് കിറ്റിൻ്റെ ചിലവ്. അത് നമ്മുടെ ഭാരവാഹികളുടെ കയ്യിൽ ആ തുക എല്ലാവരും കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു സാമ്പത്തിക കാര്യമൊക്കെ കുറച്ചൊരു പ്രയാസത്തിലായിരിക്കും ചിലപ്പോൾ, അല്ലേ? കയ്യിൽ നിലവിൽ ചിലപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒന്നും കണ്ട് നുള്ളിപ്പൊറുക്കി, ഞാൻ പറയുന്ന കിറ്റ് വാങ്ങേണ്ട സാഹചര്യമുള്ള ആൾ പോലും അയാൾക്ക് അരക്കിറ്റിൻ്റെ പൈസയാണ് പറ്റണതെങ്കിൽ അത്, കാൽ കിറ്റിൻ്റെ പൈസയാണ് പറ്റണതെങ്കിൽ അത്, അല്ലേ? കിറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഉറുപ്പെങ്കിലും കൊടുക്കാത്ത ഒരാൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരും ഒന്ന് പ്രത്യേകം ഒന്ന് ഉണർത്തുകയാണ്. കാരണം സ്വതക്കൊക്കെ അത്രയും വലിയ ഇതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പാപങ്ങൾ പുറത്ത് കിട്ടുന്നു എന്നുള്ള ഹദീസ് നമ്മൾ കണ്ടു. ഞാൻ ഇന്നിവിടെ വായിച്ചു, സദഖ കൊണ്ട്, നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് നല്ല ഒരു നന്മ ചെയ്ത് നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നോമ്പിൻ്റെ മുമ്പ്, നോമ്പിൻ്റെ അടുത്തൊരു 2-3-4 ദിവസങ്ങളും കൂടിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ ഇത് കൊടുത്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. എത്ര കിറ്റാണോ കിട്ടുന്നത് അത് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇനി പൊതുവേ നമുക്ക് സാധിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഭാരവാഹികളെ കണ്ട് അവരുടെ കയ്യിൽ ആ പൈസ കൊടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. അത് ബക്കറ്റിൽ ഇടാൻ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അദ്ദേഹം വിളിച്ചിരുന്നു. അടുത്ത ബുധനാഴ്ച 10 ലക്ഷം കൊടുക്കണം മൗലവി. 33 വയസ്സായൊരു പെൺകുട്ടിയാണ്. അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ് എറണാകുളത്ത് വെച്ച്. അപ്പോൾ അടുത്ത ബുധനാഴ്ച ആകുമ്പോൾ 10 ലക്ഷം റുപ്യ കൊടുക്കണം, പൈസയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. അരിസ് മൗലവിൻ്റെ ഒരു പേരൊക്കെ വെച്ചിട്ട് ഒരു മെസ്സേജ് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻ അതിലേക്ക് വെക്കുകയാണ്. ആ കളക്ഷൻ നമ്മൾ കൊടുക്കുക. ഈ ഒരു പൈസ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഏറ്റവും ചുരുങ്ങിയത് ഓഫറെങ്കിലും, കിറ്റിൻ്റെ ഓഫറെങ്കിലും, ഞാൻ അര കിറ്റ് തരാം, ഒരു കിറ്റ് തരാം എന്നുള്ള ഓഫറെങ്കിലും ഇന്നിവിടെ നമ്മളെ ഭാരവാഹികളുണ്ട്, അവരോട് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വാങ്ങി അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിതരണം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ അത് കിറ്റിൻ്റെ പൈസയല്ല, അത് ഈ കിഡ്നി രോഗിയെ സഹായിക്കേണ്ട പൈസയാണ്. റമദാനിൽ 1-ാമത്തെ വെള്ളിയാഴ്ച ഇതേപോലെ നമ്മൾ പിരിക്കുന്നത് ഒരു കിഡ്നി രോഗിക്ക് വേണ്ടിയാണ്, നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. ഒരു 40 വയസ്സ് മാത്രം പ്രായമുള്ള, 40-42 വയസ്സ് മാത്രം പ്രായമുള്ള 24 മണിക്കൂറും ദീനീ രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു സഹപ്രവർത്തകന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതി വരും അടുത്ത ആഴ്ച ഇൻഷാ അല്ലാ. അദ്ദേഹത്തിന് സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ ഫുൾ എക്സ്പെൻസ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, നമ്മുടെ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ. അപ്പോൾ ആ കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, നോമ്പിൻ്റെ ദിവസങ്ങൾ സമ്പന്നാകാൻ വേണ്ടി. തറാവീഹുകളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തണം. ഒരു തറാവീഹും പോകരുത്, ശൈത്താൻ വരും, പലജാതി ചിന്ത തരും, അല്ലേ? ഒന്നും നഷ്ടപ്പെടുത്തരുത്. മാത്രമല്ല, തറാവീഹ് 8 കഴിഞ്ഞതിൻ്റെ ശേഷം 3-ന് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായി നിസ്കരിക്കുന്ന വ്യക്തിക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്നാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്തേക്ക് നീട്ടി വെക്കേണ്ട കാര്യമല്ല. അവിടെ നിങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒലുവിൻ്റെ ഭാഗമായിട്ട് 2 റകഅത്ത് നിസ്കരിക്കാമല്ലോ. ഒലു എടുക്കുമ്പോഴൊക്കെ 2 റകഅത്ത് നിസ്കരിക്കാം. അപ്പോൾ നിസ്കരിക്കൽ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാൾക്ക് നിസ്കരിക്കണതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ആ നിലക്ക് നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ പ്രേരിപ്പിച്ച്, നമ്മൾ വണ്ടിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രേരിപ്പിച്ച് 1-ാമത്തെ തറാവീഹ് മുതൽ തന്നെ നമ്മൾ സജീവമായി ഉണ്ടാകണം. തറാവീഹിന് ശേഷം ഒരു 8 മിനിറ്റ് ഒരു ചെറിയ ക്ലാസ്, ഒരു 10 മിനിറ്റിൽ താഴെയുള്ള ക്ലാസ് ഉണ്ടാകും. സുബഹിൻ്റെ ശേഷം ഒരു 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാകും. ഇൻഷാ അല്ലാ നമ്മുടെ റമളാനിൽ നമ്മൾ ഒരുങ്ങണീൻ്റെ ഭാഗമായിട്ട് എൻ്റെ കർമ്മശാസ്ത്ര കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് തിങ്കളാഴ്ച നടക്കുന്നുണ്ട്. മഗ്രിബിന് ശേഷം ഖുർആൻ ക്ലാസ് നടക്കുന്ന അതേ ദിവസം വളരെ പ്രഗത്ഭനായൊരു വ്യക്തിയുടെ, നല്ല ആഴമുള്ളൊരു പണ്ഡിതനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് എന്ത് ചോദ്യവും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും.